ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിൽ ഒരു പസിലാണ് അവതരിപ്പിക്കുന്നത്. നേരത്തെ വേറെ ഒരു പസില് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 5x5 25 സമചതുരങ്ങളിൽ വരുന്ന ഒരു പസിൽ. ഇതും 25 സമചതുരങ്ങളിൽ വരുന്ന മറ്റൊരു പസിലാണ്. അപ്പോൾ അതിന്റെ കണ്ടീഷൻസിന് മാറ്റമുണ്ട്, സൂചനകൾക്ക് മാറ്റമുണ്ട്, അത് പൂർത്തീകരിക്കുന്ന രീതിക്കും മാറ്റമുണ്ട്, കണ്ടെത്തുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പൊ ഇവിടെയും നമ്മൾ എടുക്കുന്നത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്. അത് 25 കളങ്ങളിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ആ നിബന്ധനകൾക്ക് വിധേയമായി എന്തൊക്കെയാണ് പറയുന്ന കണ്ടീഷൻ, ആ കണ്ടീഷന് അനുസരിച്ചുകൊണ്ട് അതുപോലെ എന്താണ് ചെയ്തെടുക്കാനുള്ള സൂചനകൾ, ആ വ്യത്യസ്ത സൂചനകൾ ഇതെല്ലാമാണെന്ന് നോക്കിക്കൊണ്ട് ഇത് സോൾവ് ചെയ്യുകയാണ്. അതായത് നമുക്ക് പഠിക്കാനുള്ള UP തലത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ തന്നെയാണ് ഇതിലൂടെ വരുന്നത്. ഒപ്പം നമ്മുടെ ഒരു യുക്തിചിന്തയും ഇതുവരെ പഠിച്ച ഗണിതാശയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു നല്ല പസിലാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. അപ്പോ പസിലെ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് ചാർട്ടിലേക്ക് മാറ്റുക? അപ്പോ പസിലിനും 3 ചാർട്ട്, പരമാവധി 3 ചാർട്ട് ഉപയോഗിക്കാം. ചാർട്ട് ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മൾ അവതരിപ്പിക്കുന്ന ആ പസിൽ വളരെ വ്യക്തമായി ജഡ്ജസിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ചാർട്ടിന്റെ സഹായം. അപ്പോൾ ചാർട്ടിൽ നോക്കി വായിക്കില്ല. പലപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചാർട്ടിൽ എഴുതി കഴിഞ്ഞാൽ കുട്ടി ചാർട്ടിലേക്ക് നോക്കിയിട്ട് വായിക്കുന്ന കാണുന്നുണ്ട്. അത് പാടില്ല. ചാർട്ട് ജഡ്ജസിന് നോക്കാനുള്ളതാണ്, വരുന്നവർക്ക് കാണാനുള്ളതാണ്. ഈ അവതരിപ്പിക്കുന്ന കുട്ടിക്ക് നോക്കി പറയാനുള്ളതല്ല. അതൊരിക്കലും ചെയ്യരുത്. ആ പസിൽ അവൻ നന്നായിട്ട് പഠിച്ചതാണ്. ആ പഠിച്ച പസിൽ അവൻ മനസ്സെന്നാണ് എടുത്ത് പറയുന്നത്, ഓർമ്മയെന്നാണ് എടുത്ത് പറയുന്നത്. അതിന് അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് നോക്കുക എന്നല്ലാതെ ഒരിക്കലും നോക്കി വായിക്കരുത്. അപ്പോൾ വ്യക്തമായല്ലോ. ചാർട്ട് ജഡ്ജസിനെ ഉദ്ദേശിച്ചാണ്, കാണുന്നവരെ ഉദ്ദേശിച്ചാണ്, അവതരിപ്പിക്കുന്ന ആളെ ഉദ്ദേശിച്ചല്ല. ഒരു ചാർട്ടിൽ നമുക്ക് നിബന്ധനകൾ, കണ്ടീഷൻസ്, അത് വളരെ പ്രധാനമാണ്. ഒരു പസിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ കണ്ടീഷൻസ് എന്തെല്ലാമെന്ന് അക്കൗട്ട് വളരെ വ്യക്തമായി അക്ഷരത്തെറ്റില്ലാതെ, അതായത് ഒരു ആശയക്കുഴപ്പോ ഇല്ലാതെ തന്നെ അത് എഴുതിയിരിക്കണം. അപ്പോൾ ഒരു ചാർട്ടിൽ നമ്മൾ വലുതായി എഴുതുന്നത് ഈ കണ്ടീഷൻസാണ്. ഇനി വേണമെങ്കിൽ ഈ ചാർട്ട് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള, അതായത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളെടുത്ത് അത് നമ്മൾ ഓരോ കളത്തിലായി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പറഞ്ഞാൽ മതി. ശരിക്കും നമുക്ക് വേണ്ടത്, റിട്ടേൺ ആയിട്ട് വേണ്ടത്, ഒന്ന് കണ്ടീഷൻസ് ആണ്, മറ്റൊന്ന് സൂചനകളാണ്. ഇത് കുരുക്കഴിക്കാനുള്ള സൂചനകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയണം. അപ്പോ സൂചനകൾ വെച്ച് നമ്മൾ ആലോചിച്ച് ഇതുവരെ നമ്മൾ പഠിച്ച ഗണിത കാര്യങ്ങൾ വെച്ചുകൊണ്ട്, പഠിച്ച ആശയങ്ങൾ വെച്ചുകൊണ്ട് കുറച്ചൊന്ന് നമ്മുടെ ബുദ്ധിശക്തിയും യുക്തിചിന്തയും ഒക്കെ പ്രയോഗിക്കുമ്പോഴാണ് ഇത് കുരുക്കഴിക്കാൻ പറ്റുക. അപ്പോൾ ഒരു ചാർട്ടിൽ കണ്ടീഷൻസ്, അതായത് നിബന്ധനകൾ, മറ്റൊരു ചാർട്ടിൽ സൂചനകളും അക്കൗട്ട് പറയണം. ഞാൻ ഇതിൽ 4 സൂചനകൾ 1 2 3 4 ആ രൂപത്തിൽ തന്നെ പറഞ്ഞിരിക്കണം. അതുപോലെ നിബന്ധനകൾ 2 നിബന്ധനകളാണ് കൃത്യമായിട്ട് വെച്ചത്. മറ്റൊന്ന്, അപ്പോൾ ഇത്രയാണ് 2 ചാർട്ട് കഴിഞ്ഞ്. ഇനി മൂന്നാമത്തെ ചാർട്ട് ഈ പസിലിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡ് ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു കട്ടിയുള്ള കാർഡ് ഷീറ്റ്, അതായത് നല്ല ചാർട്ട് പേപ്പർ കട്ടിയുള്ളത്, അത് 4 ആക്കി മടക്കിയാൽ നമുക്കൊരു ബോർഡിന്റെ രൂപത്തിലാവും. അതുപോലെ ടോക്കനുകൾ ഉണ്ടാക്കേണ്ടത് കുറച്ചൊരു കട്ടിയുള്ള കാർഡ് ഷീറ്റിലാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു തിക്നെസ് വേണം. ഒരു ചുരുങ്ങിയ ഒരു 2 mm 2 mm എങ്കിലും അതിന് തിക്നെസ് ഉണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് എടുത്തെടുത്ത് വെക്കാൻ പറ്റും. കാർഡ് ഷീറ്റിലോ പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് അക്കം ഒന്നിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് മനസ്സിലാവില്ല, അവിടുന്ന് കൺഫ്യൂഷനാവും.
അതുകൊണ്ടാണ് നമ്പർ 1 മുതൽ 25 വരെ നിങ്ങൾ എഴുതേണ്ടത്. അത് കട്ടിയുള്ള കഴിയെങ്കിൽ ഫോം ബോർഡ് അത് മുറിക്കാനും എളുപ്പമുണ്ട്. ഒരു 2 mm കനമുള്ള ഫോം ബോർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതൊരു കഷ്ണം കൊണ്ട് ഒരു 4 സെന്റിമീറ്റർ, അതായത് ഒരു ടോക്കന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളവും വീതിയും. അപ്പോൾ അങ്ങനെയുള്ള എത്ര എണ്ണോ 25 എണ്ണമാണ്. അപ്പോൾ 4 5 20 × 20. അപ്പോൾ 20 സെന്റിമീറ്റർ സമയം. നിങ്ങൾ 30 സെന്റിമീറ്റർ സമയത്തിലുള്ള തന്നെ കൊണ്ടുപോയിക്കോ. എന്നാലും ബാക്കി അഥവാ വേസ്റ്റ് ആയിപ്പോയ ഇനി ഏതെങ്കിലും കഷ്ണം മുറിക്കുമ്പോൾ തെറ്റിപ്പോയാൽ നമുക്ക് മാറ്റാൻ 30 സെന്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു ബോർഡ്, ഒരു ഫോം ബോർഡ് 2 mm കനമുള്ളത്, അതാണ് നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പം. നമ്മളെ കയ്യിൽ 3 ചാർട്ട് പേപ്പർ ഉണ്ട്. അപ്പോൾ 2 എണ്ണം നമ്മൾ ഉപയോഗിച്ച് എഴുതി. ഒന്ന് നിബന്ധനകൾ എഴുതി, മറ്റൊന്ന് സൂചനകളും എഴുതി. ഇനി മൂന്നാമത്തെ ചാർട്ട് അത് കട്ടിയുള്ള കാർഡ് ഷീറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ, അതായത് ഒന്നുകിൽ JK കാർഡ് അല്ലെങ്കിൽ ഐവറി കാർഡ്. അപ്പോൾ കട്ടിയുള്ള കാർഡ് ഷീറ്റ് ആണെങ്കിൽ അത് നേരെ 4 ആക്കി മടക്കുക. അതായത് നീളത്തിന്റെ ഭാഗത്ത് നമ്മൾ മടക്കുമ്പോൾ അത് 56 സെന്റിമീറ്റർ നീളവും 36 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ഷീറ്റായി മാറും. വീണ്ടും നമ്മൾ മടക്കുകയാണ്. ആ 56ന്റെ ഭാഗത്ത് മടക്കുമ്പോൾ പിന്നെ 28 സെന്റിമീറ്റർ വീതിയും 36 സെന്റിമീറ്റർ നീളമുള്ള ഒരു ബോർഡ് പോലെയാവും. അത് വേണമെങ്കിൽ ഒന്ന് ഫെവിക്കോൾ കൊണ്ട് ഒന്ന് താഴെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അതവിടെ പറ്റി തന്നെ നിൽക്കും. അപ്പോൾ അതൊരു ബോർഡ് പോലെയായി. അതായത് 4 ഷീറ്റാണ്, കാർഡ് ഷീറ്റ് 4 എണ്ണം വരുമ്പോൾ നല്ലൊരു കട്ടി തന്നെ നമുക്കതൊരു ബോർഡ് പോലെ കിട്ടും. അപ്പോൾ ഇപ്പൊ കിട്ടിയ സമയത്തിലല്ല, നമുക്ക് കിട്ടിയത് 36 സെന്റിമീറ്റർ നീളവും 28 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു ബോർഡാണ്. അപ്പോൾ അവിടെ നമുക്ക് 5 × 5 25 കളങ്ങൾ, ഓരോന്നും 5 സെന്റിമീറ്റർ. കാരണം നമ്മൾ ടോക്കൺ മുറിച്ചെടുത്ത് 4 സെന്റിമീറ്റർ സമയത്തിലാണ്. ഇവിടെ നമ്മൾ 5 5 25. അപ്പോൾ 25 സെന്റിമീറ്റർ സമചതുരം വരച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ 5 5 10 15 20 അങ്ങനെ അടയാളപ്പെടുത്തി തലങ്ങും വിലങ്ങും വരച്ചാൽ 5 സെന്റിമീറ്റർ നീളവും വീതിയുള്ള 5 5 25 കളങ്ങൾ കിട്ടും. എല്ലാം സമചതുരം തന്നെയായിരിക്കും. അപ്പോൾ 5 സെന്റിമീറ്റർ വലുപ്പമുള്ള സമചതുരത്തിൽ നമ്മൾ 4 സെന്റിമീറ്റർ സമചതുരത്തിലുള്ള ടോക്കൺ വെക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി. അതായത് 1 സെന്റിമീറ്റർ കുറഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പൊ കൃത്യമായി എത്ര ചാർട്ട് ഉപയോഗിക്കണം, ഓരോ ചാർട്ടും എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ചാർട്ടിൽ എന്തെഴുതണം, മൂന്നാമത്തെ ചാർട്ട് എന്തിനു ഉപയോഗിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സംശയത്തിനിടയില്ലാത്ത വിധം. പലപ്പോഴും കുട്ടികളും ടീച്ചേഴ്സും ഇതൊക്കെ 3 ചാർട്ട് വേണോ, 3 ചാർട്ട് ഉപയോഗിക്കണോ, 2ആയ കുഴപ്പമുണ്ടോ, ഇതൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ് പസിലിന് നിങ്ങൾ ചാർട്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 ആയാലും 2 ആയാലും 3 ആയാലും ഒരു പ്രശ്നമില്ല. ഇനി 3 ആണെങ്കിൽ എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ. അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റു ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. അതുപോലെ അടുത്ത വീഡിയോ ഉടനെ കിട്ടാൻ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5 × 5 25 സമചതുരങ്ങൾ ചേർന്നതാണ് ഒരു സമചതുരം. അത് 5 നീളത്തിലും 5, അതായത് 5 വരികളിലും 5 നിരകളിലുമായിട്ട് 5 5 25 കളങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 25 നമ്പറുകൾ, 1 മുതൽ 25 വരെയുള്ള 25 നമ്പറുകളാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. അപ്പോൾ നമ്മുടെ ടാസ്ക് ഈ ഓരോ കളത്തിലും ഓരോ നമ്പർ വെക്കലാണ്. പക്ഷേ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രം. എന്താണ് ആ നിബന്ധനകൾ? കണ്ടീഷൻസ്. ഏതൊരു പസിലിനും ചില കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. പുറംഭാഗത്തെ വരികളിലും നിരകളിലും പുറംഭാഗത്തെ വരികളും നിരകളും ഏതാന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതാ 1, 2, 3, 4, 5 ഇതാണ് മുകളിലത്തെ വരി. ഇത് താഴത്തെ വരി. അപ്പോൾ ഓരോ വരിയിലും 5ഉം 5ഉം ഉണ്ട്. ഇത് വലത്തെ നിരയാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ വരുമ്പോൾ 5 കളങ്ങളുണ്ട്. അതുപോലെ ഇതാ 1, 2, 3, 4, 5 ഇടത്തെ നിര. അപ്പോൾ മുകളിലെ വരി, താഴത്തെ വരി, വലത്തെ നിര, ഇടത്തെ നിര ഓരോന്നിലും 5 വീതം കളങ്ങളുണ്ട്. അപ്പോ 5 കളങ്ങളും, അതായത് ഈ കളം കൂട്ടിയാൽ ഒരു സ്ക്വയർ നമ്പർ കിട്ടണം, ഈ 5 എണ്ണം കൂട്ടിയാൽ മറ്റൊരു സ്ക്വയർ നമ്പർ കിട്ടണം, ഈ 5 എണ്ണം കൂട്ടിയാൽ മൂന്നാമതൊരു സ്ക്വയർ നമ്പർ കിട്ടണം, ഈ 5 എണ്ണം കൂട്ടിയാൽ നാലാമതൊരു സ്ക്വയർ നമ്പർ കിട്ടണം. എന്ന് വെച്ചാൽ 4 വ്യത്യസ്ത വർഗസംഖ്യകളാണ് 4 ഭാഗത്തും കിട്ടേണ്ടത്. അതാണ് പുറം വരികളിലും നിരകളിലും എന്ന് പറഞ്ഞ് ആ 4 എണ്ണം. അപ്പോൾ 5 എണ്ണം ഇവിടെ, 5 എണ്ണം ഇവിടെ, 5 എണ്ണം ഇവിടെ, 5 എണ്ണം ഇവിടെ, 5 സംഖ്യകളുടെ കൂട്ടങ്ങളായി 4 വ്യത്യസ്ത സ്ക്വയർ നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി കോണോട് കോൺ, ഡയഗണൽ. അപ്പോൾ സമചതുരത്തിന്റെ ഡയഗണലാണ്. അപ്പോൾ കോണോട് കോണ് കൂട്ടിയാൽ കിട്ടുന്ന 5 സംഖ്യകൾ അത് ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കണം. ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്നതും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കണം. അപ്പോൾ അത് രണ്ടും ഒരേപോലെ ആയിരിക്കണം. ഇവിടെ കിട്ടുന്ന സ്ക്വയർ നമ്പർ തന്നെയാണ് ഇവിടെയും കിട്ടേണ്ടത്. എന്നാൽ 1, 2, 3, 4 ഇവിടെ മാത്രമാണ് 4 വ്യത്യസ്ത തരത്തിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 5ാമത്തേന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. 5ാമത്തേന്ന് പറഞ്ഞാത്തതുകൊണ്ട് നമുക്ക് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് രണ്ടും കണ്ടീഷൻസ് ആണ്, എന്ന് വെച്ചാൽ നിബന്ധനകൾ. ഈ നിബന്ധന വെച്ചിട്ട് നമുക്ക് പസിൽ ചെയ്യാനാവില്ല. അപ്പൊ ഏതൊരു പസിലിനും ഉത്തരം കിട്ടണമെങ്കിൽ അതിന് ചില സൂചനകൾ ഉണ്ടാകും. ക്ലൂസ് നമ്മൾ പറയില്ലേ, ക്ലൂ. ആ സൂചനകൾ വെച്ചാണ് നമ്മൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ സൂചന എന്താന്ന് നോക്കുക നമുക്ക്. ഒന്നാമത്തെ സൂചന, 4 മൂലകളിലും സ്ക്വയർ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4, അപ്പൊ മൂല ഏതാണ്? 1, 2, 3, 4 4 മൂലകളിലും വർഗസംഖ്യകളാണ്, സ്ക്വയർ നമ്പറാണ്, സമചതുര സംഖ്യയാണ്. അപ്പോൾ ഈ സമചതുര സംഖ്യ എന്ന് പറഞ്ഞാലും സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാലും വർഗസംഖ്യ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ വാക്കാണ്. ഇനി അടുത്തത് ഏതാണ്? രണ്ടാമത്തെ സൂചന. ഒരു സൂചന തന്ന് രണ്ടാമത്തെ സൂചന, മുകളിലെ വരിയിലെ 5 സംഖ്യകളും മുകളിലെ വരിയിലെ 5 സംഖ്യകളും ഒറ്റയക്ക സംഖ്യകളാണ്, 1 ഡിജിറ്റ് നമ്പറാണ് എന്നാണ് പറയുന്നത്. എവിടെയുള്ള? മുകളിലെ വരിയിൽ 1, 2, 3, 4, 5 ഇതാണ് മുകളിലെ വരിയിലുള്ള ഈ 5 നമ്പറും 1 ഡിജിറ്റ് ഒറ്റയക്കമുള്ള സംഖ്യകളാണ്. ഒറ്റയക്കമുള്ള സംഖ്യകൾ നമുക്കറിയാം. 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ. 10 ആവുമ്പോൾ 2 അക്കമായി പോകും. ഓക്കെ, അതാണ്. ഇനി എന്താ പറയുന്നത്? താഴെ വരിയിൽ 5 സംഖ്യകളും 2 അക്ക സംഖ്യകളാണ്. താഴെ വരിയിലുള്ള 5 എണ്ണം നോക്കിയാലും അത് 2 അക്കങ്ങളുള്ള സംഖ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. പിന്നെ മുകളിലെ വരിയിലെല്ലാം ഒറ്റ സംഖ്യകളാണ്, താഴെ വരിയിലെല്ലാം 2 അക്ക സംഖ്യകളാണ്. ഒരു സൂചനയും കൂടെയുള്ളത്, ഏറ്റവും നടുവിലുള്ള കളം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോ നമ്മൾ പറഞ്ഞത് ഏറ്റവും നടുവിലെ കളം എന്ന് പറഞ്ഞാൽ ഇതാണ്. എവിടെ നോക്കിയാലും മൂന്നാമത്തത്, ഇവിടെ നോക്കിയാലും മൂന്നാമത്, ഇവിടുന്നും എല്ലാം. അപ്പോൾ ഏറ്റവും നടുവിലുള്ള കളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഒരു 2 അക്ക സംഖ്യയാണ്, 2 അക്കോ ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 അക്കോ ഒരുപോലെയുള്ള ഒരു 2 അക്ക സംഖ്യയാണ് ഇവിടെ. ഇനി ഈ സൂചനകൾ, ഇപ്പോൾ 4 സൂചനകൾ തന്നു. ഈ 4 സൂചനകൾ അനുസരിച്ച് നമുക്ക് ഇത് കുരുക്കഴിക്കാൻ നോക്കാം. അപ്പോ ആദ്യത്തെ സൂചന എന്തായിരുന്നു?
4 മൂലകളിലും വർഗസംഖ്യകളാണ് എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലുള്ള സ്ക്വയർ നമ്പർ വർഗസംഖ്യ ഏതെല്ലാണ്? 1, 1, പിന്നെയോ 2, 2, 4, പിന്നെ 3, 3, 9, 9, പിന്നെ 4, 4, 16, 5, 5, 25. ഇങ്ങനെ 5 സംഖ്യകളാണ്. 25 വരെ നമ്മൾ എടുക്കുമ്പോൾ 5 സ്ക്വയർ നമ്പറാണ് ഉണ്ടാവുക. ആ 5 എണ്ണമാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോ നമുക്ക് ഉറപ്പുണ്ട് 4 മൂലകളിലും ഈ 5 എണ്ണത്തിൽ ഏതോ 4 എണ്ണാണ്. പക്ഷെ ഏതാണ് എവിടെയാണെന്ന് അറിയില്ല. ഏതാണ് എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഇത് തന്നെയായിരിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ മാറ്റി നിർത്താണിത്. ഇനി അടുത്ത സൂചന നോക്ക്. അടുത്ത സൂചന എന്തായിരുന്നു പറഞ്ഞേ? മുകളിലെ വരിയിലെ 5 സംഖ്യകളും ഒറ്റയക്കം 1 ഡിജിറ്റ് നമ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഡിജിറ്റ് നമ്പർ. അപ്പോൾ അതിൽ 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെല്ലാം കിട്ടുക? 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയുള്ളത്. അതാണല്ലോ 9 വരെയുള്ളത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഏതെല്ലാം അതിൻ്റെ കൂടി വരും? 2 വരും, 3 വരാം, 8, 6, 5 ഇത്രയാണുള്ളത് അല്ലേ? 7 കൂടെ ഉണ്ട്. യെസ്. അപ്പോൾ നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയാണ് 1 ഡിജിറ്റ് നമ്പർ. കൂട്ടത്തിൽ ഇത് രണ്ടും നമ്മൾ മൂലക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോ മുകളിലെ വരിയിലെ 5 സംഖ്യകൾ ഒറ്റ സംഖ്യകളാണ് എന്ന് പറയുമ്പോൾ എന്തായാലും ഇത് മേലെ വരില്ല എന്നുള്ള ഉറപ്പല്ലേ? ഇത് മേലെ വരില്ലാലോ. മേലെ 2 അക്കമുള്ള സംഖ്യ ഇല്ലാലോ. ഒറ്റയക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഇതപ്പോ താഴെ വരാനാണ് ചാൻസ്. ഏത്? 16ഉം 25. എന്തുകൊണ്ട്? 16, 25 ഇത് 2 അക്കമുള്ള സംഖ്യകളാണ്. മേലെയുള്ള എല്ലാം ഒരക്കമുള്ള സംഖ്യയാണ്. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരക്കമുള്ള സംഖ്യ. ഇനി നമ്മൾ സ്ക്വയർ നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കുക. 1, 1, 2, 2, 4, 9, 16, 25, 36, 49, 64, 81, 100, പിന്നെ 121, 144, 169, 196, 225 അങ്ങനെ. ഇനി നമ്മൾ താഴേന്ന് അങ്ങോട്ട് നോക്കുക. താഴേന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ 1 ഒരു സ്ക്വയർ 5 നമ്പർ കൂട്ടിയാൽ 1 എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് 1 വിട്ട് 2, 2, 4 4ഉം കിട്ടൂല. കാരണം ഇവിടെ 5 കളങ്ങൾ തന്നെയുണ്ട്. പിന്നെ ഉള്ളത് 9 ആണ്. 9ന് ഒരു സാധ്യതയില്ല. കാരണം 9 നമുക്ക് ഈ 5 എണ്ണം കൂട്ടിയാൽ ഏറ്റവും ചെറുതെടുത്താൽ പോലും 9 കിട്ടും. 9 അല്ല, അതിൽ കൂടും. പിന്നെ ഏതാ? 9 കഴിഞ്ഞാൽ പിന്നെ 16 ആണ്. അപ്പൊ 16ന് ചാൻസ് ഉണ്ട്. ഏറ്റവും ചെറിയ അക്കങ്ങൾ കൂട്ടിയെടുത്താൽ ചിലപ്പോൾ 16 കിട്ടാൻ നമുക്ക് നോക്കാം. നമുക്ക് എണ്ണൽ സംഖ്യകൾ അറിയാം, ത്രികോണ സംഖ്യകൾ അറിയാം. എങ്ങനെയാണ് ത്രികോണ സംഖ്യകൾ വരുന്നതെന്നറിയാം. തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടിക്കൂട്ടി പോകുമ്പോൾ എത്രയാ കിട്ടുക എന്ന് അറിയാം. അത് നമുക്കൊന്ന് നോക്കാം. 1 തുടർച്ചയായ എണ്ണൽ സംഖ്യ കൂട്ടിക്കൂട്ടി പോവാണ്. 1, 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 5, 15, 15, 6, 21 അങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് ആദ്യത്തെ 5 സംഖ്യകൾ കൂട്ടിയാൽ 1 + 2 + 3 + 4 + 5 എന്ന് പറഞ്ഞാൽ 1, 2, 3, 3, 3, 6, 6, 4, 10, 5, 15 ആണ്. പക്ഷെ നമുക്ക് 15 കിട്ടിയിട്ട് കാര്യമില്ല. 15 സ്ക്വയർ നമ്പർ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെല്ലാം എടുത്താൽ ഈ ഒരക്ക നമ്പറുകളിൽ 5 എണ്ണം ഏതൊക്കെ എടുത്താൽ 16 ആവും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 1, 2, 3 നമുക്ക് അത് നോക്കി നോക്കാം. 1, 1, 2, 3 ആയി. 3, 3, 6, 6, 4, 10. ഇനി 10, 5, 15 എടുത്താൽ നമുക്ക് ഗുണമില്ല. നമുക്ക് കിട്ടുന്നുണ്ട് 16 കിട്ടേണ്ടത്. അങ്ങനെയാണ് 16 കിട്ടണമെങ്കിൽ 5 ഒഴിവാക്കിക്കൊണ്ട് 6 എടുക്കുന്നതല്ലേ നല്ലേ? ഇതല്ലേ ശരിയായ രീതി? 1 + 2 + 3 + 4 + 6. അപ്പോൾ എങ്ങനെ വന്ന് 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 6, 16. യെസ്, നമ്മൾ ഉറപ്പിച്ച് ഈ വരിയിൽ ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ഏത് നമ്പർ എവിടെയാ വേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ആദ്യത്തെ സൂചന വീണ്ടും നോക്കുവാണ്. എന്താണ് ഒരു സൂചന?
4 മൂലകളിലും സ്ക്വയർ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കൂട്ടത്തിൽ സ്ക്വയർ നമ്പർ ഏതാ? 1, മറ്റൊന്ന് 4. ഇതാണല്ലോ. അപ്പൊ 1ഉം 4ഉം. ചിലപ്പോ 4 ഇവിടെ 1 ഇവിടെ ആവാം. അത് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. പക്ഷെ ഇതാ ഇനി ഈ 3 കളങ്ങളിൽ നമ്മൾ നമ്പർ വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് 1ഉം 4ഉം ഈ മൂലകളിൽ വരുന്നതെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അടുത്തത്, ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഇപ്പൊ 4 മൂലകളിലും വർഗസംഖ്യകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വർഗസംഖ്യകൾ 1, 2, 3, 4 എണ്ണം ഇവിടെയുണ്ട്. ഇനി നോക്കേണ്ടത് ഇവിടെ ഈ മൂലയിൽ ഏത് വരും? ഈ 2 എണ്ണമാണ്. ഇത് നമ്മൾ മാറ്റി വെച്ചതാണ് സ്ക്വയർ നമ്പർ ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണോ വരിക എന്നുള്ളതാണ്. പിന്നെ 9 എന്തുകൊണ്ട് മാറ്റി വെച്ചത് നമ്മൾ പറഞ്ഞില്ല. കാരണം താഴെ 2 അക്ക സംഖ്യകളായതുകൊണ്ടാണ് 9 മാറ്റി വെച്ചത്. യെസ്. ഇനി നമ്മൾ നോക്കുകയാണ്. ഇവിടെ നമ്മൾ 16 വെച്ച് നോക്കുകയാണ്. 16ഉം ഇവിടെ 25 വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുകയാണേ. ഉറപ്പില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എന്തായാലും ഈ 16ഉം 25ഉമാണ് ഇവിടെ വരുന്നത്. അപ്പോ നമുക്കിവിടെ 16ആണ് കിട്ടിയത്. ഇനി തൊട്ടടുത്തുള്ള സ്ക്വയർ നമ്പർ ഏതാ? 25ആണ്. അപ്പൊ 25 കിട്ടാൻ ഏറ്റവും ചെറുത് ഇതാ ഇവിടെയല്ലേ ഉള്ളത്. 25 കിട്ടുമോ നോക്കുക. 1ഉം 16ഉം 17 ഇവിടെയുണ്ട്. 17ഉം കഴിച്ച് ബാക്കി എത്രയാണ്? 17, 8, 25. അപ്പൊ ഈ 3 കളങ്ങൾ ചേർന്നാൽ 8 ആവണം. അതിനുള്ള നമ്പർ ഉണ്ടോ നമ്മുടെ അടുത്തില്ല. ഏറ്റവും ചെറുത് തന്നെ ഏറ്റവും ചെറുത് ഇതാണ്. അപ്പോ ഇതാ 7, 8, 15, 5, 20ആണ്. 3 എണ്ണം കൂട്ടിയാൽ 20 തന്നെ കിട്ടും. അപ്പോ 20ഉം 16ഉം 36, 1ഉം 37 ആയിപ്പോയി. അപ്പൊ അങ്ങനെയാണ് അവിടെയെങ്കിലും. ഒരിക്കലും ഇവിടെ എങ്ങനെ കിട്ടൂലോ. ഇതാ ഈ 17നേക്കാണ് കൂടുതൽ. 29 ഇല്ലേ ഇവിടെ. ഇവിടെയും കിട്ടൂല. അപ്പോ നമുക്കൊരു കാര്യം ബോധ്യമായി, 36 കിട്ടാൻ ഒരു സാധ്യതയില്ല. ഇവിടെ ഇനി ഒരു ചെറിയ നമ്പറും എടുക്കാനില്ല. അതുകൊണ്ട് 36 വിടാം. ഇനി ഏതാ നോക്കേണ്ടത്? 49ആണ്. 49ന് സാധ്യത എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ 17ഉം കഴിച്ച് ബാക്കി എത്രയാണ് വരേണ്ടത്? 17ഉം 2ഉം 19ഉം 30. അപ്പോ സാധ്യതയുണ്ടോ നോക്കാം. ഒന്നത് പരിശോധിക്കാം. ഇനി ഇതാ ഇവിടെയും നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 25ഉം 4, 29. അപ്പോൾ നമ്മൾ 36 കിട്ടൂല എന്ന് പറഞ്ഞ് ഇനി 49ന് ചാൻസ് ഉണ്ടോ നോക്കാം. ഇവിടെ എത്രയാണ്? 25ഉം 4ഉം 29. 29ഉം കഴിച്ച് ബാക്കി എത്ര വേണം? 29ഉം കഴിച്ച് 20. 3 സംഖ്യകളെ കൂട്ടായിട്ട് 20 കിട്ടാൻ സാധ്യതയുണ്ടോ നോക്കുക. അപ്പോൾ 3 സംഖ്യകളെ കൂട്ടങ്ങളായിട്ട് 20 കിട്ടാനുള്ള സാധ്യത ഇതാ ഇവിടെ ഒന്നുണ്ട്. 8, 7, 15, 15, 5, 20, 20, 25, 45, 45, 4, 49. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെക്കാലോ. ഇതാ 8, 7, 15, 15, 5, 20. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ 25, 25, 5, 30, 30, 7, 37, 45, 45, 4, 49. അപ്പൊ ഇവിടെ 16 കിട്ടി, ഇവിടെ 49 കിട്ടി. 36 എന്തുകൊണ്ട് നമ്മൾ എടുത്തില്ല? ഇനി 36 കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ 49. ഇനി അടുത്തത് 64 കിട്ടാനുള്ള ചാൻസാണ്. 64 കിട്ടണമെങ്കിൽ നമുക്കിവിടെ 17 ഉണ്ട്. 17ഉം കഴിച്ചിട്ട് 17, 7, 24, 24, 40. അപ്പോ 47 കിട്ടുന്ന കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വെക്കാം. ഏതൊക്കെയാ? അപ്പോൾ അങ്ങനെ പരതുമ്പോൾ 47, 14 ഇവിടെ ഉണ്ട്. 13, 14ഉം 13ഉം 27ആയി. 27, 20. ഇത് 47 കിട്ടുന്ന കോമ്പിനേഷൻ അല്ലേ. ഇനി മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 4, 3, 7, 47. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഇവിടെ വെക്കുകയാണ്.
അപ്പോൾ 47 അപ്പോൾ നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. 1 4 5 5 3 8 8 6 14 1 ബാക്കി 2 3 3 2 5 1 6 64. അപ്പോൾ ഇവിടെ 16 കിട്ടി, ഇവിടെ 49 കിട്ടി, ഇവിടെ 64 കിട്ടി. എന്തായാലും 64 താഴോട്ട് ഇനി വരാൻ പോകുന്നില്ല. അങ്ങനെയാണ് 64ന്റെ മേലെ ആരാണ്? മേലെ 81നാണ് ചാൻസ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി നോക്ക്. 25 6 31 10 41 ഇവിടെ കിട്ടി. 41 കഴിച്ച് ബാക്കി 40 കിട്ടുന്ന കോമ്പിനേഷൻ ഏതാണെന്നാണ് നോക്കേണ്ടത്. 40 കിട്ടുന്ന കോമ്പിനേഷൻ. അപ്പോൾ ഇതെത്രയായി? 19 11 30 എത്രയാണ് കിട്ടേണ്ടത്? 30 10 40. അപ്പോൾ നോക്ക്, 25 15 41 40 എത്രയായി? 81. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൂട്ടിയാൽ 81 എന്നല്ലേ കിട്ടുന്നോ നോക്ക്. 5 9 14 1 15 15 6 21 1 ബാക്കി 2 2 4 5 6 7 8 81. ഇനി ബാക്കിയുള്ള നമ്പേഴ്സാണിത്. അപ്പോൾ ഉള്ളിൽ 9 കളങ്ങളുണ്ട്. ഈ 9 കളങ്ങളിൽ ഇനി എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നു? എന്താണ്? എങ്ങനെയാ പറഞ്ഞേ? ഏറ്റവും നടുവിലുള്ള സംഖ്യ ഒരു 2 അക്ക സംഖ്യയാണ്, ഒരേ നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 അക്കങ്ങളും ഒരേ നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പരിശോധിക്കുകയാണ്. 2 അക്കങ്ങൾ ഒരേപോലെ വരുന്ന ഈ 22 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 22 ഇവിടെ വെക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 3 ഇവിടെയും വന്ന് 3 ഇവിടെയും വന്ന്. അപ്പോൾ ഈ 3 നമ്പറുകൾ കൂട്ടിയാൽ എത്ര കിട്ടും? 25 2 27 20 47 1 48 ഇവിടെയുണ്ട്. അപ്പോൾ 48 കഴിച്ച് ഇനി നമ്മൾ ഏത് സംഖ്യ എടുത്താൽ അടുത്ത സ്ക്വയർ നമ്പർ കിട്ടും, അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന രൂപത്തിലാണ് വേണ്ടത്. ആ കണ്ടീഷൻസ് അങ്ങനെയാണോ പറഞ്ഞത്? കോണോട് കോൺ കൂട്ടിയാൽ കിട്ടുന്ന രണ്ടും വർഗസംഖ്യകളാണ്, ഒരേ സംഖ്യയാണ് എന്നാണ് പറഞ്ഞത്. രണ്ടും വർഗസംഖ്യകളാണെന്നും പറഞ്ഞിട്ടുണ്ട്, ഒരേ സംഖ്യയാണ് കിട്ടേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയത് 25 22 47 1 48 അല്ലേ? 5 3 8 യെസ് 48. 48 കഴിഞ്ഞിട്ട് 64 വരാനുള്ള ചാൻസ് ഉണ്ടോ നോക്കുക. 2 സംഖ്യകൾ വേണം താനും. 48 6 54 10. അപ്പോ 14 ഒരിക്കലും കിട്ടൂല. ഇവിടെ 14 2 സംഖ്യകളെ കൂട്ടത്തിൽ 14 എടുക്കാനില്ല. ഏറ്റവും ചെറുത് 12 9 ആണ് അല്ലേ? യെസ്. അപ്പോൾ 64 നോക്കണ്ട, അത് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ അടുത്ത 81ലേക്കാണ് നോക്കണ്ടേ. ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 81 കിട്ടും? അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത എത്രയാ? 48 48 30 78 78 3. അപ്പോൾ 33 കിട്ടിയാൽ നമുക്ക് 81ലേക്ക് പോവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 33 കിട്ടുന്ന കോമ്പിനേഷൻ ഏതെല്ലാണ്? 24 9 കിട്ടൂലേ? 9 4 13. അപ്പോൾ 24 9 നമ്മൾ ഒരു ഭാഗത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ഡയഗണലിൽ നമുക്ക് കിട്ടിയ 81. അങ്ങനെയാണെങ്കിൽ ഇതും 81 തന്നെയാണ് കിട്ടേണ്ടത്. ഇവിടെ 16 4 20 22 42 42 കഴിച്ചിട്ട് ബാക്കി എത്ര വേണം? 42 39 അല്ലേ? 42 കഴിച്ചിട്ട് 39 വരുന്ന കോമ്പിനേഷൻ 2 സംഖ്യകളുടെ കൂട്ടത്തിൽ ഇവരാരില്ല എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് 21 18 21 18. ഇതൊന്ന് നോക്കുക. 1 8 9 39 അല്ലേ? അപ്പോൾ നമ്മൾ അത് ഇവിടെ വെക്കുക. അപ്പോൾ നോക്കുക,
4 1 5 5 2 7 7 8 15 15 6 21 1 ബാക്കി 2 2 2 4 2 6 1 7 1 8 81. അപ്പോൾ നമ്മളെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് 4 മൂലകളിലും സ്ക്വയർ നമ്പറാണ്. മേലെ വരിയിലെല്ലാം പിന്നെ ഒരക്ക സംഖ്യകളാണ്. താഴെ വരിയിലെല്ലാം രണ്ടക്ക സംഖ്യകളാണ്. പിന്നെയോ 4 വരികളും നിരകളും 4 എണ്ണവും കൂട്ടിയാൽ വ്യത്യസ്ത വർഗസംഖ്യ കിട്ടണം. കിട്ടിയിട്ടുണ്ടോ നോക്ക്. 16, ഇവിടെ 49, 64, 81. കോണോട് കോണ് കൂട്ടിയാലും ഒരേ രൂപത്തിലുള്ള സ്ക്വയർ നമ്പർ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 81 കിട്ടി, ഇങ്ങനെ 81 കിട്ടി. ഇനി അടുത്ത 4 നമ്പർ, അത് ഈ കണ്ടീഷനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നതുകൊണ്ട് നമുക്ക് ഈ 4 എണ്ണം നമുക്ക് എവിടെയും വെക്കാം. കാരണം നമ്മൾ ഇങ്ങനെ കൂട്ടുന്നില്ലല്ലോ. ഓക്കെ. അപ്പോൾ 25 കളങ്ങളിലും നമ്മൾ 25 നമ്പറും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് എങ്ങനെയാണ് ഒരു കണ്ടീഷനനുസരിച്ച് ഇത് ചെയ്യുക എന്നുള്ള വളരെ വ്യക്തമായി ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ.